എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു നമക്ക് അജ്വൈൻ പൂരിയും അതിന് പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു മസാല. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അജ്വൈൻ കയ്യിലിട്ട് നല്ലോണം ഞരടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലോണം ഈ പൊടിയും ഉപ്പും ഈ അജ്വൈനും എല്ലാ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലോണം കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഈ ഇതിനിങ്ങനെ നമുക്ക് അജ്വൈൻ എന്നൊരു സ്പെഷ്യലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഇവർ ഞാൻ കണ്ടിടത്തോളം നോർത്ത് ഇന്ത്യൻസ് പൊതുവേ പൂരിയിലും ചപ്പാത്തിയിലൊന്നും അങ്ങനെ ഉപ്പിടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഇത് നല്ലോണം കണ്ടോ, നല്ല കട്ടിയിൽ കുഴച്ചെടുക്കണേ. പിന്നെ കുറച്ച് ലൂസായി പോകാൻ പാടില്ല, എന്നാലേ ഇത് നമുക്ക് നല്ലൊരു പൂരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാടെ മൂടി വെച്ചിട്ട് നമുക്ക് കറീൻ്റെ കാര്യം നോക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 1 വലിയുള്ളി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് എല്ലാം കൂടി ഒന്നിച്ച് കുക്കറിലിട്ട് കൊടുത്തിട്ട് 2 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങളെ കുക്കറിന് 2 വിസിലിന് വേവില്ലാന്നുണ്ടെങ്കിൽ 3-4 വിസിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒറ്റ വിസിലുകൊണ്ട് വേവുന്നത് അങ്ങനെ ഇറക്കിക്കോ. അധികം വേവണ്ട, ഒരു കറക്റ്റായിട്ട് വെന്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും 1 അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതൊരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ വരട്ടെ. വിസിൽ വന്നാൽ ഇത് ഇറക്കി ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്ക് പൂരീൻ്റെ പണി തുടങ്ങാം. പൂരിക്ക് ആദ്യം കുറച്ച് പൊടിയാക്കാം കേട്ടോ, പിന്നെ പൊടി തൊടുവാനേ പാടില്ലേ. ഇനി അങ്ങനെ ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നല്ലോണം പരത്തിയെടുത്തോ. കണ്ടില്ലേ, നല്ലോണം പരത്തി ഒരു മാക്സിമം വലിപ്പാകുന്ന വരെ പരത്തിക്കോ. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ പരത്തിയെടുത്ത് വെക്കുന്നുണ്ട്. ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ ഓരോ കഷ്ണം നല്ല ഭംഗിയില്ലേ കാണാൻ. കുട്ടികൾക്കെല്ലാം ഒരു കാണുന്ന കൗതുകത്തുമ്മല ഒരു ഇതെല്ലാം തിന്നുക. അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എപ്പെങ്കിലും ഒന്ന് പൂരി തിന്നാലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ കുക്കർ എങ്ങനെ എന്തായി എന്നൊന്ന് നോക്കാമല്ലോ. ഇത് 2 വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വെന്തിട്ടുണ്ട് നല്ലോണം. ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അധികം മാഷറൊന്നും വെച്ചിട്ട് അങ്ങ് അരച്ച് കളറേ. ഇനി അതിലേക്ക് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. തിളക്കുന്നപ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടലമാവ്, ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് അതിൽ കറീൻ്റെ വെള്ളം നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ ഇത് കട്ടയായിപ്പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇറക്കി വെക്കാം. കണ്ടില്ലേ, അത് റെഡിയായിന്. ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചീൻചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ ഒഴിക്കണേ, മസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകവും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്നിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി കറി. എന്തൊരു മണമെന്നറിയാമോ, നല്ല മണം, വീട് മൊത്തം മണക്കും ഈ കറി.
കണ്ടില്ലേ? ഇനി ഇതെല്ലാം നമുക്കൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി, എപ്പോൾ ഉണ്ടാക്കാനല്ല പറയുന്നത്, എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.